പശ്ചിമേഷ്യൻ യുദ്ധത്തിനിടെ ഇസ്രായേലിന് കനത്ത തിരിച്ചടി. ഇറാനിലെ ആക്രമണത്തിന് മറവിൽ ഇസ്രായേൽ ലെബനനിൽ നടത്തുന്ന സൈനിക നടപടിക്കെതിരെ 4 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന കരയുദ്ധമാണ് അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഹിസ്ബുള്ള സംഘവുമായുള്ള രൂക്ഷമായ ഏറ്റുമുട്ടലിലാണ് സൈനികർ കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചു. ഒരേ ബറ്റാലിയനിൽപ്പെട്ട 3 സൈനികരും മറ്റൊരു ബറ്റാലിയനിലെ സൈനികരുമാണ് കൊല്ലപ്പെട്ടത്. 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം മാർച്ച് 2-ന് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ പുനരാരംഭിച്ചതിനു ശേഷം ഇതുവരെ 10 ഇസ്രായേൽ സൈനികരാണ് ലെബനൻ അതിർത്തിയിൽ കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ ആക്രമണത്തിൽ ലെബനനിൽ ഇതുവരെ 1200-ലധികം പേർ കൊല്ലപ്പെടുകയും 10 ലക്ഷത്തിലധികം ആളുകൾ പലായനം ചെയ്യേണ്ടി വരികയും ചെയ്തതായി ലെബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതിനിടെ തെക്കൻ ലെബനനിലെ അധിനിവേശം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തിങ്കളാഴ്ച സൈന്യത്തിന് ഉത്തരവിട്ടു. ലിതാനി നദി വരെയുള്ള പ്രദേശം പിടിച്ചെടുത്ത് ബഫർ സോൺ സൃഷ്ടിക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. തെക്കൻ ലെബനനെ ഇസ്രായേലിനോട് ചേർക്കണമെന്ന് തീവ്ര വലതുപക്ഷ മന്ത്രിമാർ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പാലങ്ങളും വീടുകളും തകർത്ത് ലെബനന്റെ ബാക്കി ഭാഗങ്ങളിൽ നിന്ന് ഈ മേഖലയെ ഒറ്റപ്പെടുത്താനുള്ള നീക്കമാണ് ഇസ്രായേൽ നടത്തുന്നത്. അധിനിവേശം തടയാൻ ഹിസ്ബുള്ളക്ക് പരിമിതികൾ ഉണ്ടെങ്കിലും ഇസ്രായേലിന് യുദ്ധം കനത്ത നഷ്ടമാകുന്ന രീതിയിലുള്ള പ്രതിരോധമാണ് അവർ കാഴ്ചവെക്കുന്നത്. ഇസ്രായേൽ സൈന്യത്തിന് ലിതാനി നദി വരെ എത്താൻ കഴിഞ്ഞേക്കും എന്നാൽ അവിടെ അധികാരം ഉറപ്പാക്കുന്നത് ഹിസ്ബുള്ള എളുപ്പമാക്കില്ലെന്നും ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ നയീം ഖാസിം വ്യക്തമാക്കി. ബെക്ക തായ്വരയിൽ പുതിയ യുദ്ധമുഖം തുറന്ന ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ താവളങ്ങളെ ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ റോഡുകളും വിതരണ ശൃംഖലകളും തകർക്കുകയാണ്. അതിനിടെ തെക്കൻ ലെബനനിലെ ബാനി ഹയൻ ഗ്രാമത്തിന് സമീപമുണ്ടായ സ്ഫോടനത്തിൽ 2 ഐക്യരാഷ്ട്രസഭ സമാധാന സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടു. ഇറാനും അമേരിക്കയും തമ്മിൽ ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള യാതൊരു കരാറും ലെബനനിലെ തങ്ങളുടെ യുദ്ധത്തെ ബാധിക്കില്ലെന്ന് നെതന്യാഹു US ഉദ്യോഗസ്ഥരെ അറിയിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ലെബനനിലെ യുദ്ധം അവസാനിക്കുമ്പോൾ ഇസ്രായേലിലെ അതിർത്തികളിൽ മാറ്റം വരണമെന്നാണ് ധനമന്ത്രി ബെസലേൽ സ്മോട്രിച്ച് കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചത്.